പുതുവർഷത്തിൽ ഒരു ശുഭവാർത്ത. ഇതിനു വേണ്ടിയാണ് എല്ലാവരും പ്രാർത്ഥനയോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും കാത്തിരിക്കുന്നത്. 18 വർഷത്തോളമായി സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുകയാണ് കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം. ആ റഹീമിന്റെ മോചന കേസ് ഇന്ന് റിയാദിലെ ക്രിമിനൽ കോടതി സൗദി സമയം രാവിലെ 11:30 പരിഗണിക്കുന്നു. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഏതാണ്ട് 2 മണിയോടുകൂടി. ആ സമയത്ത് ഒരു ശുഭവാർത്ത ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരും കാത്തിരിക്കുകയാണ്. 5ാം തവണയാണ് റഹീമിന്റെ മോചനം സംബന്ധിച്ചിട്ടുള്ള കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. ജൂലൈ 2-ന് വധശിക്ഷ റദ്ദാക്കിയതിനു ശേഷം ഒക്ടോബർ 21-ന് ഈ കേസ് ആദ്യമായി കോടതിയുടെ പരിഗണനയിൽ വരുന്നു. അന്ന് കോടതി പറഞ്ഞു വധശിക്ഷ റദ്ദാക്കിയ അതേ ബെഞ്ച് തന്നെ പരിഗണിക്കട്ടെ എന്ന്. അതിനുശേഷം നവംബർ 17-ന് പരിഗണിച്ചപ്പോൾ ഈ പ്രോസിക്യൂഷന്റെ വാദമാണ് പ്രധാനമായും വന്നു കേട്ടത്. പ്രോസിക്യൂഷന്റെ ഏറ്റവും പ്രധാനമായി ഉന്നയിച്ചത്, ഒന്ന്, അബ്ദുൾ റഹീം അതിക്രൂരമായി സൗദി ബാലനെ കൊലപ്പെടുത്തി. 2, കൊലയ്ക്ക് ശേഷം തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയായിരുന്നു. എന്നാൽ പിന്നീട് 8-ാം തീയതിയും ഡിസംബർ 8-ന് ഈ കേസ് വീണ്ടും പരിഗണിച്ചപ്പോൾ അന്ന് റഹീമിന്റെ വാദം കേട്ടു. റഹീം പ്രധാനമായും പറഞ്ഞത് ആ കുടുംബവുമായി തനിക്ക് വ്യക്തിവൈരാഗ്യമൊന്നുമില്ല. താൻ സൗദി അറേബ്യയിൽ വന്നിട്ട് 1 വർഷം പോലും 1 മാസം പോലും തികഞ്ഞിട്ടില്ല. മാത്രമല്ല അബദ്ധത്തിൽ സംഭവിച്ചതാണ് മരണം എന്നൊക്കെ അന്ന് റഹീമിന്റെ ഭാഗം അഭിഭാഷകൻ പറഞ്ഞിരുന്നു. ഇത് രണ്ടും കേട്ടു. പിന്നീട് ഡിസംബർ 12-ന് ഈ കേസ് വീണ്ടും കോടതി പരിഗണിച്ചു. അന്ന് പരിഗണിക്കേണ്ടതായിരുന്നു, പക്ഷേ അന്ന് ഈ കേസ് വീണ്ടും മാറ്റിവെക്കുകയായിരുന്നു ഡിസംബർ 30-ലേക്ക്. ഇങ്ങനെ 5ാം തവണയാണ് ഇന്നിപ്പോൾ ഈ കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. ആ സമയത്ത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത, ശുഭവാർത്ത ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ ഒരു മറുപക്ഷവുമുണ്ട് ഈ കേസിന്. അതുകൂടി നമ്മൾ കാണാതെ പോകരുത്. സൗദി അറേബ്യയിൽ ഒരു കൊലപാതകമോ അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റമൊക്കെ നടന്നു കഴിഞ്ഞാൽ അത് വ്യക്തിപരമായിട്ടുള്ള, പ്രൈവറ്റും അതോടൊപ്പം തന്നെ പബ്ലിക്കുമായിട്ടുള്ള 2 തരത്തിലുള്ള റൈറ്റ് അത് നോക്കേണ്ടതുണ്ട്. അതിനുശേഷം പ്രൈവറ്റ് റൈറ്റ് പ്രകാരമാണ് 34 കോടി ഇന്ത്യൻ രൂപ ദിയാദനമായി നൽകിയത്. ആ സൗദി കുടുംബം മാപ്പ് നൽകുകയും ചെയ്തത്. പക്ഷേ പബ്ലിക് റൈറ്റ് അവിടെ ഏറ്റവും പ്രധാനമാണ്. കാരണം ഇക്കാര്യത്തിൽ ഈ പ്രതിയെ വിട്ടയച്ചാൽ ഇനിയുള്ള കേസുകളിലൊക്കെ ഇത് കോട്ട് ചെയ്യുകയും ഒരുപക്ഷെ ഇത് പറഞ്ഞുകൊണ്ട് അന്ന് ആ കേസിൽ വാദിക്കുകയും ഒക്കെ ചെയ്യാം. മാത്രമല്ല പണം നൽകിയാൽ എന്തും നൽകുന്ന ഒരു സ്ഥലമാണ് സൗദി എന്നുള്ളൊരു വ്യാഖ്യാനമൊക്കെ വരാം. ഇതൊക്കെ കോടതിയുടെ മുന്നിലുണ്ട്, പരിഗണനയിലുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇക്കാര്യത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു തീരുമാനം ഉണ്ടാകുക. പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് റഹീമിന്റെ കുടുംബവും എല്ലാ മലയാളികളും ഇപ്പോഴും കാത്തിരിക്കുന്നത്.